എടുത്തൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വിചാരിച്ചു ഇന്ന് തന്നെ ഇൻട്രോ ഒക്കെ എടുത്തൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മത്തങ്ങ പായസമാണ് കേട്ടോ. എൻ്റെ മുത്തച്ഛനാണ് ഈ റെസിപ്പി പറഞ്ഞതെന്ന്. ഇത് ഭയങ്കര എളുപ്പമാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞ് നല്ല ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാലിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഇത് 3-ാം പാലാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് അതിൻ്റെ വെള്ളം നല്ലോണം പിഴിഞ്ഞെടുക്കാം കേട്ടോ. 3-ാം പാലിൻ്റെ ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഉണ്ടായി. അപ്പോൾ നല്ലോണം പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ശർക്കരപ്പാവ് കാച്ചി ഇത് ഉണ്ടാക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കിലോ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ആകും. എന്നിട്ട് അത് ഇത്തിരി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. അതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേ നമ്മൾ നല്ലോണം വേവിച്ച മത്തങ്ങയാണ് കേട്ടോ. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് ഇങ്ങനെ തരം ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ശർക്കരപ്പാവ് കാച്ചിയതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതേപോലെ നല്ലതുപോലെ നല്ല ഇങ്ങനെ സ്മൂത്തായിട്ട് വരുന്നത് വരെ അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുറുക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല കുറുകി വന്നം. നമുക്ക് അതിലേക്ക് ഇടാനുള്ള മുന്തിരി വറുത്തെടുക്കാം. മുന്തിരിയും കശുവണ്ടിയും. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിലേക്ക് കശുവണ്ടി ഇട്ട് അത് നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഇതേപോലെ ആയി വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. ഇനി മുന്തിരിയും അതേപോലെ തന്നെ വറുത്തെടുക്കാം നെയ്യിൽ. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ. അപ്പോൾ ഇതേ നമ്മുടെ പായസം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ യോജിക്കണം കേട്ടോ ഈ 2-ാം പാല്. നല്ല കുറുകി വന്നിട്ടുണ്ട്, പിന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വയ്ക്കാറാവുമ്പോഴേക്കും 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് 1-ാം പാലാണ് കേട്ടോ. നമ്മൾ ഏകദേശം നല്ലതുപോലെ ആയിൽ നമ്മൾ വാങ്ങി വെക്കാറാവുമ്പോൾ 1-ാം പാലും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ 1-ാം പാലും യോജിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ഒരു 2-3 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മത്തങ്ങ പായസം റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ നമ്മുടെ മത്തങ്ങ പായസം റെഡി ആയിട്ടോ. കണ്ടില്ലേ, ആദ്യമായിട്ടാണ് ഈ മത്തങ്ങ പായസം ഫുള്ള് ഞാൻ ഉണ്ടാക്കുന്നത്. മുത്തച്ഛനാണ് കേട്ടോ റെസിപ്പിയൊക്കെ പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല ഇളക്കി എടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ്. സൂപ്പർ.
അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ